അങ്ങനെ അവസാനം അത് സംഭവിക്കുകയാണ്. പുഷ്പ 2 അല്ല, ആര് വന്ന് തടുക്കാൻ ശ്രമിച്ചാലും വരാനുള്ളത് കറക്റ്റ് സമയത്ത് വന്നിരിക്കും. 10 കൊല്ലം മുന്നേ ലുലുവിന്റെ PVR അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്നാണ് ഞാൻ ഇൻറ്റർസ്റ്റെല്ലാർ കാണുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നോലൻ്റെ ഫിലിമോഗ്രഫി എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം വരെ ഉള്ളത്. പിന്നീട് ഇത് ഈ മൾട്ടിപ്ലെക്സ് തിയേറ്ററിൽ പോയിട്ട് ഇതിങ്ങനെ വലിയ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഇതൊരു എന്തോ ഒരു മാസ്റ്റർ പീസ് സംഭവമാണ് നമ്മളിത് കാണുന്നത്. ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ അതൊരു ലെവലാവും എന്ന് മാത്രം ആ ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കുറേ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അത് ഫസ്റ്റ് ടൈം ഒന്നും കാണുമ്പോൾ, പിന്നീടാണ് സംഭവങ്ങളൊക്കെ കത്തുന്നത്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സിമ്മർ എന്തോ ഒരു പണി വെക്കലാണ് ആ സിനിമയിൽ. പുള്ളി ആ ഒരു ഡോക്കിംഗ് സീനിലും മ്യൂസിക് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നൊക്കെ ഈ ഐമാക്സിൻ്റെ ലോഗോ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഐമാക്സ് കണ്ടിട്ടില്ല. ഐമാക്സ് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഫോറം മോൾ ബാംഗ്ലൂരിൽ നിന്നാണ് കാണുന്നത്. അത് കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പറയാൻ വന്നത് എല്ലാവരും ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, എന്നാലും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് വീഡിയോ. ഫെബ്രുവരി 7 ഈ പുഷ്പ 2 കാരണം മാറ്റി വെച്ചല്ലോ ഐമാക്സിലുള്ള റിലീസ് ഇൻറ്റർസ്റ്റെല്ലാറിൻ്റെ 10 കൊല്ലം ആനിവേഴ്സറി എഡിഷൻ, അത് ഐമാക്സ് റിലീസ് ആവുകയാണ്. കൊച്ചിയിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, പിന്നെ കോയമ്പത്തൂരും ഉണ്ട്. എവിടെയാ നിങ്ങളുടെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കാണുക. വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്, ഒരിക്കലും മിസ്സാക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ.